ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പാല് അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പാലിൽ വെള്ളമൊക്കെ വറ്റി പാലിച്ചിരി കുറുകി വരണം കേട്ടോ. അപ്പം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. പാല് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പാലിത് പിരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാവേ. പാല് മുന്നത്തെക്കാളും കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി കുറുകുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച്. അപ്പം നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി മധുരം ചിലർക്ക് ആവശ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് മധുരം നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. 1 ടീസ്പൂൺ നെയ്യ്, ഇത് ഉരുക്കിയ നെയ്യാണ്. ഇത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാക്കിയിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർക്കുവാണ് ഈ സമയത്ത്. അപ്പോൾ മധുരം കുറവായിരുന്നു നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്കിയിരുന്ന പഞ്ചസാര കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നെയ്യ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് ഇച്ചിരി കൂടെ കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. നമ്മുടെ പാല് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി നല്ലവണ്ണം കുറുകി വരുന്നവരെ നമുക്കിത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ.
ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് കുറുകിയതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഏലക്കായ ചേർക്കുന്നില്ല, കാരണം ഏലക്കായുടെ ഇതിൽ ചേർത്ത് ഒരിക്കൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എൻ്റെ സ്മെല്ലിന് എനിക്ക് നല്ലപോലെ ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിൽ ചേർക്കാത്തത്. അപ്പോൾ ഏലക്കായും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് 1 കപ്പ് പാൽ 1.5 കപ്പ് പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഇതിങ്ങനെ കുറുകിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1/2 കവർ പാലിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ പാലിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഈ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ മിൽക്ക് കേക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തായിരുന്നു. എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പം ഞാനതിനെ ലഡു പോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ളൊരു നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. തരാം.